ദേവി നാരായണ ലക്ഷ്മി നാരായണ. ജീപ്പ് യാത്രയാണ്. ഒരു ഇതാണ് റോഡ്. കട്ടിച്ചിരി ജീപ്പിന് പോകാൻ പറ്റുന്ന രീതിയിൽ ഗൈഡ് റെയിൽസ് ഇല്ല. ഒരു കച്ചാ റോഡ് മാത്രം. ഒരു ജീപ്പിന് കഷ്ടിച്ച് പോകാം. ഇത്ര ഉയരത്തിലെത്തിയപ്പോൾ 16 കിലോമീറ്ററാണെന്ന് തോന്നുന്നു മുകളിലെത്താനായിട്ട്. താഴെ നദികളൊക്കെ കാണാൻ പറ്റും. വ്യൂ മറഞ്ഞിരിക്കുകയാണ്. ഇതാണ് റോഡ്. മനുഷ്യനെ കാണുന്നത് ഇപ്പോഴാ ഈ കാറ്റ് പറയുന്നത്. ഇത് കൊച്ചുങ്ങൾ വരെ ഉണ്ട്. കുട്ടികളൊക്കെ ആപ്പിൾ ചെടിയാണല്ലേ? ചെറുതായിട്ട്. ഇതൊക്കെ ആപ്പിൾ ചെടിയാ? അല്ല, അത് ആ കണ്ടത്. ഇത് വേറെന്തോ. ചെളിയും ഒക്കെ ആയിട്ട് വണ്ടി മുമ്പിലത്തെ വണ്ടി മുന്നോട്ട് പോകാൻ പറ്റാത്ത കണ്ടീഷൻ. പല രീതിയിൽ ശ്രമിച്ചിട്ടും പറ്റിയില്ല. വില നടന്നു പോകാനുള്ള പരിപാടിയാണ്. കുറച്ച് ബാക്കി ദൂരം നടക്കേണ്ടി വരും. വണ്ടികൾ പോകുന്നില്ല. അല്ല, അവിടെ വെച്ച് 5 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. ഹനുമാന്റെ പണിയെടുത്തില്ല. എന്താ പറയണ നോക്കൂ. ഹലോ, നല്ല വലിച്ചെടുത്തോളൂ. ഹലോ, ഇതാണ് ഹിമാലയം കാണാം. ജീപ്പ് യാത്രയുടെ അവസാനം. ജീപ്പ് യാത്ര ഇടയ്ക്ക് വെച്ച് പ്രശ്നമായി. ചെളി കൊണ്ട് വണ്ടി പൂഴ്ന്നു പോയി ഒരു വണ്ടി. പിന്നെ എല്ലാവരും എഴുന്നേറ്റ് കല്ലൊക്കെ ഇട്ടിട്ട് എങ്ങനെയോ വണ്ടിയിലുള്ള എല്ലാവരും നടന്ന് പിന്നെ അത് കടന്ന് പിന്നെ മുന്നോട്ട് വന്നു. ഈ മലയുടെ മുകളിലാണിപ്പോൾ. ഇതാണ് സംഭവം. ഏത്? ആ, അങ്ങനെ കേറും. ഇരിക്കാൻ പറയുന്നില്ലാണ്ട് സുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജയ് ബദ്രീശാല ഭഗവാനിക്ക് ജയ്. പരമപവിത്രമായ ബദരി ഡാമിനോട് ചേർന്നിട്ടുള്ള ഭവിഷ്യ ബദരി ധാമിലാണ്, ആ പുണ്യഭൂമിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്.
ഹിമാലയത്തിൻ്റെ ഭംഗി, ദി ബ്യൂട്ടി ഓഫ് ഹിമാലയ നിങ്ങളിവിടെ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതാണ് ഈ ബദ്രി, ഈ ധാമിൻ്റെ, ഹിമാലയത്തിൻ്റെ പ്രത്യേകത അതാണ്. കൂടാതെ ആധ്യാത്മികമായ ഒരു ചൈതന്യം കൂടി നിറഞ്ഞിരിക്കും. ഞങ്ങൾ പഞ്ചബദ്രി ദർശനത്തിലാണ്. അവിടെ ആയിപ്പോയി. ये पेड़ ऐसा काट करके क्यों रखा?